has spiritual gifts and a ministry on the inside of her. അവളുടെ ഉള്ളിൽ ആത്മീകമായിരിക്കുന്ന വരങ്ങളുണ്ട്, ദൈവികമായിരിക്കുന്ന ഒരു ശുശ്രൂഷ ദൈവത്താൽ ആക്കി വയ്ക്കപ്പെട്ടതുണ്ട് എന്ന് നാം അറിയണം. And you can either shut her down or you can release her. ഒന്നുകിൽ നിങ്ങൾക്ക് അതിനെ അടച്ച് ഒതുക്കി ഒരു സ്ഥലത്ത് മാറ്റിവെക്കുവാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ തുറന്ന് ഉത്സാഹിപ്പിച്ച് മുൻപോട്ട് കൈത്താങ്ങൽ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കും. The tragic thing that I see in many churches around the world. ലോകത്തിലുള്ള അനേക സഭകളിൽ ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ദുഃഖകരമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് is that husbands have shut their wives down. അതേ പല ഭർത്താക്കന്മാരും അവരുടെ ഭാര്യമാരെ അടച്ച് ഒതുക്കി മൂലയിൽ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. They've never encouraged their spiritual gifts. അവരുടെ ആത്മീക വരങ്ങളെ ഒരിക്കലും അവർ പ്രോത്സാഹിപ്പിക്കുകയോ അതിൽ മുൻപോട്ട് പോകുവാൻ അവരെ അനുവദിക്കുകയോ ചെയ്യുന്നില്ല. They've never pushed them out to discover their destiny. അവരുടെ ലക്ഷ്യം കണ്ടെത്തുന്ന കാര്യത്തിൽ മുൻപോട്ട് പോകുവാൻ പ്രോത്സാഹനം കൊടുക്കുവാൻ അവരിൽ അനേകർക്കും കഴിയാതെ പോകുന്നു. And then we have many women just sitting in chairs in churches. അതേ സഭകളിൽ കസേരകളിൽ അനേക സഹോദരിമാർ അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. And they've never discovered who they really are in Christ. കർത്താവായ യേശുക്രിസ്തുവിൽ അവരാരാണ്, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള സത്യം കണ്ടെത്തുവാൻ കഴിയാത്തവരായി സഭകളിൽ അവർ വന്നിരിക്കുകയാണ്. That's not the way it's supposed to be. പ്രിയ സ്നേഹിതരെ, അങ്ങനെ ആയിരിക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. Men of God, I want to challenge you tonight. ഇന്ന് രാത്രി ദൈവപുരുഷന്മാരെ, സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് സംസാരിക്കട്ടെ. Jesus wants to break through our Indian culture. അതെ, തീർച്ചയായിട്ടും ഈ വിധത്തിലുള്ളതായിരിക്കും നമ്മുടെ ഇന്ത്യൻ സംസ്കാരങ്ങളിൽ ഒരു വ്യതിയാനം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. He wants us to break out of the way our father did it and our grandfather did it and our great grandfather did it. നമ്മുടെ വല്യപ്പച്ചൻ ചെയ്തതോ നമ്മുടെ അമ്മയപ്പന്മാർ ചെയ്തതോ അങ്ങനെ നമ്മൾ പരിശീലിച്ച് കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് വന്നതായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു മോചനം നൽകുവാനായിട്ട് ദൈവം ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു. Because the Bible says that if we're in Christ, we are a new creature. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം യേശുക്രിസ്തുവിൽ ആയിത്തീർന്നിരിക്കുന്നത് കൊണ്ട് നാം ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. All things have passed away. പഴയതെല്ലാം കഴിഞ്ഞുപോയിരിക്കുന്നു. And behold, new things have come. കണ്ടാലും സകലവും പുതുതായി തീർന്നിരിക്കുന്നു. Jesus has a new and a living way for us. പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശുക്രിസ്തുവിന് പുതിയതും ജീവനുള്ളതുമായിരിക്കുന്ന ഒരു പാത, ഒരു മാർഗം നമ്മുടെ മുൻപിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. And he wants us to do marriage his way. അതേ, വിവാഹം അവന്റെ വിധത്തിൽ, അവന്റെ പദ്ധതിക്കൊത്തവണ്ണം, തന്റെ ഹിതത്തിനൊത്തവണ്ണം ആയിത്തീരണം എന്നവൻ ആഗ്രഹിക്കുന്നു. Amen. Praise the Lord. Now we're going to pray right now. ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. I want to ask if someone could come and just play quietly on the keyboard. ഈ കീബോർഡ് വളരെ ശാന്തമായിട്ട്, വലിയ ബഹളത്തിലല്ല, വളരെ ശാന്തമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നതുപോലെ. And right now I just want to ask if everyone here could bow their heads. ഇവിടെ ആ സമയത്ത് ഈ മുറിയിൽ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന എല്ലാവരും കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കട്ടെ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. I realize that we have talked about some serious things. ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. We've talked about some things that we usually don't discuss in church. സഭകളിൽ നമ്മൾ സാധാരണയായിട്ട് ചർച്ച ചെയ്യാത്ത കാര്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ പറഞ്ഞതെല്ലാം തന്നെ. But I want you to know that Jesus really desires to change our hearts tonight. ഇന്ന് രാത്രി യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ വ്യത്യാസപ്പെടുത്തുവാൻ യേശു ആഗ്രഹിക്കുന്നു എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. And I want to focus my comments right now to the men who have their heads bowed. ഇന്ന് രാത്രി തലകളെ വണക്കിയിരിക്കുന്ന സഹോദരന്മാരോട് പ്രത്യേകം ഞാൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. There are many men in this room tonight ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന അനേക സഹോദരന്മാർ that you've recognized through what I've shared from the scriptures. ഇന്ന് രാത്രി ദൈവവചനത്തിൽ കൂടെ ഞാൻ പങ്കുവച്ചതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. That you really need Jesus to touch your heart. തീർച്ചയായും യേശു ഇന്ന് രാത്രി നിങ്ങൾ പലരുടെ ഹൃദയങ്ങളെ തൊടേണ്ടത് ആവശ്യമാണ്. You may recognize that there is male pride inside of you. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ പുരുഷന്മാർക്കുള്ള അഹങ്കാരം നിറഞ്ഞിരിക്കുന്നു എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. It may simply be that you realize that you look down on women. പലപ്പോഴും സഹോദരിമാരെ വില കുറഞ്ഞവരായി കാണുകയും ഇടപെടുകയും ചെയ്ത സമയങ്ങൾ ജീവിതത്തിലുണ്ട്. You might even say and agree that you look down on your wife. സ്വന്തം ഭാര്യയെ പോലും ആ നിലകളിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. And that you don't view her as an equal. അത് മാത്രമല്ല, നിനക്ക് തുല്യമായി അവളെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല.
I want you to know Jesus wants to change your heart tonight. ഇന്ന് രാത്രി യേശു നിങ്ങളുടെ മനോഭാവത്തെ മാറ്റുവാൻ, ഹൃദയത്തെ വ്യത്യാസപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. You may say that you've never really served your wife. അതെ, ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം, ഇന്ന് രാത്രി ഞാൻ കേട്ടതുപോലെ ഇതുവരെ എന്റെ ഭാര്യയെ സഹായിപ്പാൻ, ശുശ്രൂഷിപ്പാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. Or that you don't make that your practice. അത് നിങ്ങളുടെ ജീവിതത്തില് ഒരു ശൈലിയായിട്ട്, ഒരു രീതിയാക്കി നിങ്ങൾ തീർത്തിട്ടില്ല. You may even expect your wife to be like a servant to you. പലപ്പോഴും ഒരു ദാസിയെ പോലെ, ഒരു വേലക്കാരത്തിയെ പോലെ ഭാര്യ വീട്ടിലായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. And yet you've never served her. എന്നാൽ അവളെ ശുശ്രൂഷിപ്പാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. Jesus wants to change that tonight. എന്നാൽ ഇന്ന് രാത്രി ആ അവസ്ഥയെ വ്യത്യാസപ്പെടുത്തുവാൻ സ്നേഹിത യേശു ആഗ്രഹിക്കുന്നു. Or you may just say, I've never really encouraged her. ഒരു പക്ഷെങ്കിൽ ഇതുവരെയും ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്തിട്ടില്ല എന്ന കുറ്റബോധം നിങ്ങളുടെ ഹൃദയത്തെ ഇന്ന് രാത്രി ഭരിക്കുന്നുണ്ടായിരിക്കാം. And I've not been a cheerleader for her. അവയെ ഇതുവരെയും എനിക്കത് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടില്ല, അവളെ ഞാൻ ഉത്സാഹിപ്പിച്ചിട്ടില്ല. And then there's one more thing I want to address. ഒരു കാര്യം കൂടെ പ്രത്യേകം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. There are men in this room tonight that if you are really honest with God, ഇന്ന് രാത്രി ഈ മുറിയിലിരിക്കുന്ന സഹോദരന്മാരോട് നിങ്ങൾ യഥാർത്ഥമായി ദൈവസന്നിധിയിൽ പരമാർത്ഥത വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, you need to admit that you have been abusive in your home. അതേ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇടപെടേണ്ടതുപോലെ ഇടപെടാതെ പലപ്പോഴും അവഗണനാ മനോഭാവത്തോടെ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. It may be simply that you just are always yelling, or you raising your voice and being dominant in the home. പലപ്പോഴും വീട്ടിൽ വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കി, ഉച്ചത്തിൽ ബഹളങ്ങൾ വെച്ച് വീട്ടിലാകപ്പാടെ ആ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കി തീർക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ. Yelling at your wife and not speaking tenderly to her. അതെ, വളരെ ശാന്തമായി ഭാര്യയോട് സംസാരിക്കേണ്ടതിന് പകരം കോപത്തോടുകൂടി അവളോട് ശകാരിക്കുന്നതായിരിക്കുന്ന സ്വഭാവം. Or there may be men here tonight. അല്ല, മറ്റ് നിലകളിൽ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന പുരുഷന്മാർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടായിരിക്കാം. That you have been involved in some form of physical abuse. ശാരീരികമായി അവരെ ഉപദ്രവിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകൾ. That might be hitting your wife, kicking her, or throwing something at her. അതെ, അവളുടെ തല്ലുകയോ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ മറ്റ് സാധനങ്ങൾ എടുത്ത് അവളുടെ മേൽ എറിയുകയോ അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ. Even though you're a Christian and you go to church, നിങ്ങൾ ദൈവവൈതലാണ്, ആരാധനയ്ക്ക് സഭയിൽ പോകുന്ന വ്യക്തിയുമാണ്. You have sometimes terrorized your wife or your family. ചില സമയത്ത് കുടുംബത്തിൽ ഭാര്യയോട്, കുഞ്ഞുങ്ങളോട് വലിയൊരു ഭീകരനെ പോലെ പ്രവർത്തിക്കുന്ന പ്രവണത നിങ്ങളിൽ വെളിപ്പെടാറുണ്ട്. And I want you to know that Jesus Christ does not allow that in a Christian home. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദൈവ ഭവനത്തിൽ അത് അനുവദിക്കുന്നവനല്ല നമ്മളുടെ കർത്താവ്. That is not acceptable behavior no matter what country you are from. അത് ഏത് രാജ്യത്ത് നിങ്ങൾ വന്ന വ്യക്തിയായാലും ഏത് രീതിയിലുള്ള ആളായാലും ഒരു ക്രിസ്തീയ കുടുംബത്തിൽ അത് കാണുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. In the kingdom of Christ there is no abuse in families. ക്രിസ്തീയ ദൈവരാജ്യത്തിൽ കുടുംബങ്ങളിൽ അവഗണനയില്ല എന്ന കാര്യം നിങ്ങൾ അറിയണം. And the only way that we can break this pattern, ഈ കാര്യങ്ങളെ നമുക്ക് അതിജീവിക്കുവാൻ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, is by repenting and by confessing our sins. അതേ, ദൈവത്തിന് മുൻപാകെ നമ്മുടെ കുറവുകളെ, ആ വിധത്തിലുള്ള പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിലൂടെ മാത്രം. Now I realize that we're in a public meeting tonight. ഇന്ന് രാത്രി ഇതൊരു പബ്ലിക് മീറ്റിംഗ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. And there are women here and your wives are here. ഇവിടെ സഹോദരിമാരുണ്ട്, ഭാര്യമാരിവിടെ ഇരിപ്പുണ്ട്. But the Bible says that we need to confess our sins to one another. അതേ, നാം നമ്മുടെ പാപങ്ങളെ അന്യോന്യം ഏറ്റുപറയണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. And that's the way we can be healed. അങ്ങനെ മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ.